രക്ഷകനായ ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, സമർപ്പിതരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, കത്തോലിക്കരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ് ഇന്ന്. ഈ ഭൂമിയിലും സ്വർഗത്തിലും നിത്യമായ ആനന്ദം കൊണ്ട ഇന്നും ആനന്ദിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അമ്മയുടെ അമലോത്ഭവ തിരുനാളാണ്. ഈ തിരുനാളിനെ മങ്ങൾ ഞാൻ വളരെ സ്നേഹത്തോടെ എല്ലാവർക്കും ആശംസിക്കുകയാണ്. വലിയ വചനാഭിഷേകം നടക്കുന്ന ഈ സദസ്സിൽ വലിയ വചനത്തിന്റെ പങ്കുവെക്കലിന്റെ ആവശ്യമില്ല. എന്നാൽ തിരുനാളായതുകൊണ്ട് ഒന്ന് രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിന് പ്രകാരമാണ് അമ്മയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാമെന്ന് ഞാൻ കരുതുന്നത്. സ്നേഹമുള്ളവരെ, അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം വചനത്തിന് ജീവിതത്തിൽ ഇടം കൊടുത്തു എന്നുള്ളതാണ്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവമായ വചനത്തിന് അമ്മയുടെ ഉദരമാണ് മനുഷ്യാവതാരം ചെയ്യാനായിട്ടുള്ള ഏറ്റവും യോജ്യമായ ഇടമായി ദൈവം കണ്ടത്. എന്തെന്ന് ചോദിച്ചാൽ, ദൈവം പരിശുദ്ധരിൽ പരിശുദ്ധനായതുകൊണ്ട് ഒരിക്കലും പാപക്കറയുള്ളിടത്ത് ജനിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവം തന്റെ അനന്ത ബുദ്ധിയിൽ പരിശുദ്ധ അമ്മയെ വാർത്തെടുത്തു. പരിശുദ്ധ അമ്മയ്ക്ക് ജന്മം കൊടുക്കേണ്ട അമ്മയുടെ അമ്മയായ അന്നയുടെ ഉദരത്തെ ദൈവം വിശുദ്ധീകരിച്ചു. ജന്മപാപത്തിന്റെ കറയില്ലാതെ, പാപത്തിന്റെ ലവലേശം പോലില്ലാത്ത ദൈവപുത്രന് ജനിക്കാൻ തക്കവണ്ണം പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് പരിശുദ്ധ കന്യകാമറിയത്തിൽ ജനിക്കുവാൻ അവസരം കൊടുത്തു. പരിശുദ്ധ അമ്മയെക്കുറിച്ച് പരിശുദ്ധ കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്ന 4 വിശ്വാസ സത്യങ്ങളുണ്ട്. അതിലെ ഒരു സത്യമാണ് അമ്മ അമലോത്ഭവയാണ്, ജന്മപാപത്തിന്റെ കറയില്ലാത്തവളാണെന്നുള്ള സത്യം. സഭയുടെ ആദ്യ കാലഘട്ടം മുതലേ എല്ലാവരും വിശ്വസിച്ചു പോന്നിരുന്നുവെങ്കിലും 1854 9-ാം പിയൂസ് മാർപ്പാപ്പ ഇത് പരസ്യമായി പ്രഖ്യാപിച്ചു. നമുക്ക് വിശ്വാസത്തിന് യോഗ്യമാണ്, പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ്, പാപക്കറയില്ലാത്തവൾ. അതുകൊണ്ട് ഈ അമ്മയുടെ അടുക്കിലേക്ക് ആരൊക്കെ ചെല്ലുന്നുവോ, പാപക്കറകളുമായിട്ട് കടന്നു ചെല്ലുന്നുവോ, അവരെയൊക്കെ തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പുത്രന്റെ തിരുരക്തം കൊണ്ട് കഴുകുവാൻ ശക്തമായ മാധ്യസ്ഥം അമ്മ ഇന്ന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്തിൽ നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. അമ്മ പറഞ്ഞ ഒരു വാക്ക് നമ്മൾ ഇന്ന് ശ്രവിച്ചു. ലുക്കാ സുവിശേഷം 1-ാം അധ്യായം 46-ാം തിരുവചനം. ഈ ധ്യാനമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുമ്പോഴും അമ്മയെപ്പോൾ ഇപ്രകാരം പറയാനാകണമെന്ന് അമ്മ നമുക്ക് സന്ദേശം നൽകുകയാണ്. അമ്മ എന്താ പറഞ്ഞത്? എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഓരോ ക്രൈസ്തവന്റെയും ജീവിത ലക്ഷ്യം അതാണ്. ദൈവം നൽകുന്ന കൃപകളെ ഓർത്ത് ദൈവത്തെ നിരന്തരമായിട്ട് നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്താനായിട്ടുള്ള വിളിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും. അതാണ് അമ്മ നമുക്ക് നൽകുന്ന സന്ദേശം. വചനം ശ്രവിച്ച് നമ്മുടെ ഭവനങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ അമ്മയുടെ മാതൃക നമ്മൾ സ്വീകരിക്കുക. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായി ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. ആനന്ദം നമുക്ക് ലഭിക്കേണ്ടത് ആനന്ദമാണ്, സന്തോഷമല്ല. നമുക്ക് പല പല കാര്യങ്ങൾ നമുക്ക് സന്തോഷമുണ്ട്, എല്ലാവരും സന്തോഷവാന്മാരാണ്. ഈ സന്തോഷം എന്ന് പറയുന്നത് അത് നൈമിഷികമാണ്. എന്നാൽ ആനന്ദം അത് സ്വർഗത്തിന്റെ ആനന്ദമാണ്. അത് അനുഭവിക്കാൻ വേണ്ടിയാണ് വചനത്തിലൂടെ നമ്മൾ ഓരോരുത്തരെയും ദൈവം വിശുദ്ധീകരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധ അമ്മ ആനന്ദം കൊണ്ടത് വചനമായ ദൈവത്തെ ഉദരത്തിൽ സ്വീകരിച്ചപ്പോഴാണ്. വചനമാകുന്ന ദൈവത്തെ ഉദരത്തിൽ സ്വീകരിച്ചപ്പോൾ അവളുടെ ഹൃദയം സന്തോഷം കൊണ്ട് ആനന്ദം കൊണ്ട് നിറഞ്ഞു. അതുകൊണ്ടാണ് അമ്മ പറയുന്നത്, എൻ്റെ ഹൃദയം ആനന്ദിക്കുകയാണ്, ദൈവത്തിൽ ആനന്ദിക്കുകയാണ്. എന്നാൽ ശക്തനായവൻ വലിയ കാര്യങ്ങൾ എന്നെ ചെയ്തു. നമ്മൾ ഓരോരുത്തരിലും ദൈവം എത്രമാത്രം കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അവർണ്ണനീയമായിട്ടുള്ള കൃപ കൊണ്ട് നിറക്കിയിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്കൊരു ആനന്ദത്തിലേക്ക് വരാൻ സാധിക്കാതെ വരുന്നത്? അമ്മ പറയുന്നത്, എന്തെല്ലാം നമുക്ക് സ്വന്തമായിട്ടുണ്ടോ അതെല്ലാം ദൈവം നമുക്ക് ദാനമായി നൽകിയതാണ്. അതുകൊണ്ട് ദൈവത്തിന് നിരന്തരം സ്തുതി അർപ്പിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്തി ആ സ്വർഗീയ ആനന്ദത്തിൽ നമ്മൾ ആയിരിക്കണം. ഈ സ്വർഗീയ ആനന്ദം ലഭിക്കാൻ അമ്മ പറയുന്ന മറ്റൊരു ഉപദേശം കൂടെ നമുക്ക് ശ്രമിക്കാം. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിൽ അമ്മ പറയുന്നുണ്ട് എപ്രകാരമാണ് സ്വർഗീയ ആനന്ദം ലഭിക്കുക. ഒന്നേ ഉള്ള അമ്മയ്ക്ക് പറയാൻ, എൻ്റെ പുത്രൻ എന്ത് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ പുത്രൻ വചനത്തോട് എന്ത് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, എൻ്റെ പുത്രൻ പറഞ്ഞതെല്ലാം നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ
നിങ്ങൾക്ക് നിത്യമായിട്ടുള്ള ആനന്ദം ലഭിക്കും. ആനന്ദം. അതുകൊണ്ടാണ് സന്തോഷം നഷ്ടപ്പെട്ടു പോയ ഒരു കുടുംബത്തിൽ അമ്മയുടെ സാന്നിധ്യം സ്വർഗീയ ആനന്ദം അനുഭവിക്കാൻ ഇടയായി തീർന്നത്. കാനായിലെ കല്യാണ വിരുന്നാണ് ആ സംഭവം നമുക്കറിയാം. അവിടെ സന്തോഷം നഷ്ടപ്പെട്ടു പോയി. അമ്മയുടെ സാന്നിധ്യം ആ സന്തോഷം തിരിച്ചെടുത്തുകൊണ്ട് സ്വർഗീയ ആനന്ദത്തിലേക്ക് പറഞ്ഞുവിടാൻ തക്കവണ്ണം ഇടയായത്. അമ്മ ഈ അവസ്ഥ കണ്ടിട്ട് പുത്രനോട് പറഞ്ഞത് അവർക്ക് വീഞ്ഞില്ല. അപ്പൊ വീഞ്ഞില്ല എന്നുള്ള ഒരൊറ്റ വാക്കാണ് അമ്മ പറഞ്ഞത്. മോനെ വീഞ്ഞാക്കി കൊടുക്കാൻ പറഞ്ഞില്ല. സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞില്ല. മോനെ അവർക്ക് വീഞ്ഞില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്തെല്ലാം കുറവുകളുണ്ടോ ആ കുറവുകളൊക്കെ യേശുവിന്റെ അടുക്കൽ പോയി സമർപ്പിക്കുന്നതാണ് അമ്മയുടെ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ പ്രകടനം. ചോദിക്കാതെ, പറയാതെ, അനുവാദം വാങ്ങിക്കാതെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്നതൊക്കെ അന്നേരം പോയി പുത്രൻ സന്നിധിയിൽ പറയും, മോനെ അവരുടെ ജീവിതത്തിൽ ഇന്നതില്ല, സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ അവർക്ക് വീഞ്ഞില്ല. ഈശോ ചോദിച്ചു, അമ്മ അതിന് എനിക്കും അമ്മയ്ക്കും എന്താണ് ഈ കാര്യത്തിൽ എന്താ ഇടപെടുക? അമ്മ ഒരു മറുപടി പോലും പറഞ്ഞ് നമുക്കറിയാം. അമ്മയുടെ നിശബ്ദതയാണ് ഏറ്റവും വലിയ മധ്യസ്ഥതം. അമ്മയുടെ നിശബ്ദത. അമ്മേ അതിന് എനിക്കും അമ്മയ്ക്ക് എന്താണ് ചോദ്യത്തിന് അമ്മ ഒരു മറുപടി പോലും പുത്രനോട് പറയാതെ, ആർക്ക് വേണ്ടിയാണോ സമാധാനം കൃപയും വേണ്ടത് അവരോട് പറഞ്ഞു, അവൻ എന്ത് പറയുന്നോ അതങ്ങ് ചെയ്തോളൂ. അവൻ എന്ത് പറയുന്നു അത് ചെയ്യുക. അത് ചെയ്തപ്പോഴല്ലേ മറ്റൊരാർക്കും കൊടുക്കാൻ പറ്റാത്ത രുചി പകരുന്ന ഏറ്റവും രുചികരമായ വീഞ്ഞ് കർത്താവ് ആക്കി കൊടുത്തത്. അതുകൊണ്ട് അമ്മ നമ്മോട് പറയുന്നത്, ഈ വചനം ശ്രവിക്കുമ്പോൾ ആ വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കുക. ഇന്നലെ നമ്മൾ ധ്യാനിച്ചു നിയമാവർത്തന പുസ്തകം 28:1 നമ്മൾ ധ്യാനിച്ചു. ബഹുമാനപ്പെട്ട അച്ഛൻ നമുക്ക് വ്യാഖ്യാനിച്ചു തന്നു. ഞാൻ ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന ഈ കൽപ്പനകളും നിയമങ്ങളും എല്ലാം അച്ചട്ടായിട്ട് പാലിക്കുമെങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് മറ്റെല്ലാ ജനതകളെക്കാളും അധികമായി അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. അതുകൊണ്ട് അമ്മ പറയുന്നത്, ഈ ഭൂമി ജീവിക്കുന്ന ഓരോ മനുഷ്യനും ദൈവത്തിന് അനുഗ്രഹം പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരണം. ഒറ്റ വഴിയേ ഉള്ളൂ. അമ്മ പറയുന്നത് അവൻ പറയുന്നത് പോലെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഈ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ അമ്മ നൽകുന്ന ഈ സന്തോഷത്തോടെ ഈ സന്ദേശത്തെ നമുക്ക് സന്തോഷപൂർവ്വം ഹൃദയത്തിൽ സ്വീകരിക്കാം. വചനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ചിത്തവും ദൈവത്തിൽ ആനന്ദം കൊള്ളും. ഈ ആനന്ദത്തിലേക്ക് കടന്നു വരുവാൻ അമ്മ നമ്മൾ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. ഈ സന്തോഷം അല്ലെങ്കിൽ ഈ സ്വർഗീയ ആനന്ദം നഷ്ടപ്പെട്ട കാലം ഏതാണ്ട് 500 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ യേശയ്യ മനോഹരമായ ഒരു പ്രാർത്ഥന നടത്തി. യേശയ്യ പ്രവാചകന്റെ പുസ്തകം 64-ാം അധ്യായം 1-ാം തിരുവചനത്തില് ഇങ്ങനെ സന്തോഷം നഷ്ടപ്പെട്ടിരുന്ന ഈ ഭൂമിയിലേക്ക് ദൈവത്തിന്റെ നിത്യസന്തോഷം കടന്നു വരുവാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ ആകാശം പിളർന്നിറങ്ങി വരണമേ, കർത്താവേ ആകാശം പിളർന്നിറങ്ങി വരണമേ, നിന്റെ മഹത്വപൂർണമായ സാന്നിധ്യത്താൽ ഈ പർവ്വത നിരകളെല്ലാം പ്രകമ്പനം കൊള്ളട്ടെ. അങ്ങനെ പ്രകമ്പനം കൊണ്ടതാണ് മനുഷ്യാവതാരം. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ വചനത്തെ സ്വീകരിച്ച അമ്മയുടെ ഹൃദയം പ്രകമ്പനം കൊണ്ടു, സന്തോഷം കൊണ്ട് പ്രകമ്പനം കൊണ്ടു. നമ്മൾ വാഴ്ത്തി ദൈവത്തെ എത്ര മനോഹരമായിട്ടാണ് അമ്മ ദൈവത്തെ സ്തുതിക്കുന്നത്. അങ്ങനെ സ്തുതിച്ച് സന്തോഷകരമായ ജീവൻ നയിക്കാൻ ഇനി നമുക്ക് ഇടയാകട്ടെ. അതിനുവേണ്ടിയുള്ള എല്ലാ കൃപയും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ അനുവാദം കൂടാതെ നമ്മുടെ അമ്മ നമുക്ക് വേണ്ടി ഈശ്വരനിൽ മധ്യസ്ഥം പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അമലോത്ഭവ മാതാവിന്റെ തിരുനാളിന്റെ മംഗള പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളുടെ ചമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, സ്വർഗീയ ആനന്ദം അനുഭവിച്ചവളെ, അങ്ങയുടെ പുത്രൻ എന്ത് പറയുന്നു അത് ഞങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ ഞങ്ങൾക്കും ആനന്ദം ലഭിക്കുന്നു, ഞങ്ങൾ അറിയുന്നു. അമ്മേ മാതാവേ, കുറവുകളെ തിരിച്ചറിയുന്നവളെ, ഒത്തിരിയേറെ വിലക്കിരുന്നുള്ള കുറവ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഞങ്ങൾ അറിയാതെ തന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ആനന്ദം ലഭിക്കാൻ അമ്മ എല്ലാ ദിവസവും അങ്ങയുടെ പുത്രൻ സന്നിധിയിൽ മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. ആമേൻ.